ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ അപ്ഡേഷൻ പറയാനാണ് വന്നത്. മീൻസ് നമ്മൾ റൂം ടൂർ, ഹോം ടൂറൊക്കെ പണ്ട് ഇട്ടുകൊണ്ടിരുന്ന ടോപ്പിക്സാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹോം ടൂർ അപ്ഡേഷൻ തരാനാണ് വന്നത്. ഞങ്ങൾ മേളിലേക്ക് വീട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂംസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പണിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഏകദേശം സ്ട്രക്ചറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പം അമ്മയാണ് മെയിൻ വ്ളോഗ്. അമ്മയാണ് ഇന്ന് ഫുള്ള് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. പിന്നെ നമുക്ക് ഉള്ളത് താഴത്തെ പോലത്തെ തന്നെ ഒരു സ്ട്രക്ചറാണ്. പിന്നെ നമുക്കിങ്ങനെ അങ്ങോട്ട് പോയാൽ നേരെ ഒരു ചെറിയൊരു ഹോളാണിത്. ഈ ഹോള് കഴിഞ്ഞ് നമുക്കിങ്ങോട്ട് ഒരു ചെറിയ ഹോളുണ്ട്. ഹോളിൻ്റെ പുറത്തോട്ട് ചെറിയൊരു സിറ്റൗട്ടിലുള്ളൊരു പോർഷനാണിത്. ഇതിൻ്റെയൊക്കെ നമ്മൾ ഇനി പണി കിടക്കുന്നതേ ഉള്ളൂ. നമുക്ക് പുഴയാണ് ഫ്രണ്ടേജ്. അപ്പോൾ ഒരു വ്യൂ കിട്ടും. സാധനങ്ങളിൽ നമുക്ക് ചെറുതെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയൊരു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഭാഗമാണിത്. അതുപോലെ തന്നെ ഇത് ഒരു മോൾക്ക് വേണ്ടി ഒരു സ്റ്റുഡിയോയോ ബുട്ടിക്കോ അതുപോലുള്ള എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അവൾക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കുന്ന ഒരു പോർഷനാണിത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് പോയാൽ ഇത് ചെറിയൊരു ഹാളാണ്. ഈ ഹോളിൽ നിന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്രണ്ടിലൊരു ബെഡ്റൂമുണ്ട്. ഇവിടെയൊക്കെ നല്ല കാറ്റ് കിട്ടുന്ന ഭാഗമാണ്. ഇതൊരു ചെറിയ ബെഡ്റൂമാണ്. ഇതിൻ്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ താഴത്തോട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ താഴത്തെ നിലയുടെ കിച്ചണായിരുന്നു. കിച്ചൺ നമ്മളിപ്പോൾ ഒന്ന് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് വേറൊരു വർക്ക് ഏരിയ അപ്പുറത്തുള്ളത് കാരണം വർക്ക് ഏരിയയിലോട്ട് കിച്ചൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെയാണ് ചെയ്യേണ്ടത്. നമുക്കിതിലെ ഒരു സ്റ്റെയർ കയറി പോയിട്ട് അവിടെ നിന്ന് ഒരു ചെറിയ ലാൻഡിങ്ങും കഴിഞ്ഞ് നേരെ ഈ ഒരു പോർഷനിൽ വന്നാണ് കയറുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ ചെറിയ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് ഒരു ശാല സ്പേസ് ഉണ്ട്. ഈ വാട്ടർ ടാങ്കിനെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. ആ ഓപ്പൺ സ്പേസിനോട് ചേർന്ന് തന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഇത്രയാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റൂഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ സീലിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ പണി ഏകദേശം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ ഇലക്ഷൻ ആയതുകൊണ്ട് നാളെ പണിക്കാരും നാളെ കഴിഞ്ഞ് വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും വിഷുവിൻ്റെ ഇപ്പുറമായിട്ട് തന്നെ പണി തീർത്ത് തേച്ച് ഒക്കെ റെഡിയാക്കി ഇടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം നമ്മുടെ വലിയ താമസമില്ലാണ്ട് നമുക്കൊരു ചെറിയ സ്റ്റുഡിയോയോ ബുട്ടിക്കോ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതെല്ലാം പെട്ടെന്ന് നടക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ മമ്മി ഒരു ബുട്ടിക്കിൻ്റെ സ്റ്റുഡിയോയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്ലാനും കൂടിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനാണ്. ഞാൻ റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിത് പണി നടക്കണേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ റൂമുള്ളത്. അവിടെ നിങ്ങൾ മേലത്തെ അപ്ഡേഷൻസ് കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മുടെ താഴത്തും അതേ സ്ട്രക്ചർ തന്നെയാണ്. അപ്ഡേഷൻസ് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കുറേ നാളായി നമ്മൾ ഹോം ടൂർ ഇട്ടിട്ട്. അപ്പം കുറച്ച് ചേഞ്ചസൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാം അല്ലേ. ഫസ്റ്റ് ഓൺ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ മേലത്തെ അതേ സ്ട്രക്ചർ തന്നെയാണ്. താഴെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഇവിടെ ഒരു ഷൂറാക്കിരിപ്പുണ്ട്. പിന്നെ ഇത് നമ്മുടെ കട്ടളയാണ് കേട്ടോ. മേലത്തെ അങ്ങോട്ടേക്കുള്ള കട്ടളയാണ്. നമ്മൾ കട്ടള വെച്ചിട്ടില്ല. വെള്ളിയാഴ്ചയാണ് കട്ടള വെക്കണത്. അപ്പം പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടാണുള്ളത്. അമ്മച്ചവിടെ ഇരിപ്പുണ്ട്. പിന്നെ അതെ അവിടെ കുറേ ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കട്ട ഇറക്കി വെച്ചിട്ടുണ്ട്. ബാക്കി പണി തീർക്കണം. അപ്പം ബാക്കി കട്ടയ്ക്ക് കൂടെയാണ് ഇരിക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോളിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ഡേഷൻസ് ഒന്നുമില്ല. നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ തന്നെയാണുള്ളത്. അവിടെ പ്രെയർ ഏരിയ, TV യൂണിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ ഡൈനിങ് സ്പേസാണ്. ലൈറ്റിടാം. ഇവിടെ നമ്മുടെ ഡൈനിങ് സ്പേസാണ്. നമ്മുടെ ടേബിൾ കുറച്ച് അലങ്കോലായിട്ടാണ് കിടക്കുന്നത്. ബേസിക്കാണ്. പിന്നെ നമ്മുടെ കബോർഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് ബുക്സ്, ടെഡി ബിയേഴ്സ്, പിന്നെ കുറച്ച് ട്രോഫി കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ മേളിൽ മൈപ്പേടി കാര്യങ്ങൾ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്.
ഇതാണ് നമ്മുടെ ഹോളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ദേ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. നമുക്ക് താഴെ ഒരു ബാത്റൂമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആയിട്ട് ഇവിടെ ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസൺ ഇങ്ങനെയാണുള്ളത്. ഇവിടെ ലൈറ്റൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ, ഇങ്ങോട്ട് വരുമ്പം നിങ്ങൾ മേളിൽ നിന്ന് മമ്മി പറഞ്ഞല്ലോ നമ്മൾ സ്റ്റെപ്പിന് വേണ്ടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴത്തെ പോർഷനാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു ഡോറൊക്കെ ആയിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ ഡോറും ഈ ഭിത്തിയൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പം ഇവിടെ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി ഇട്ടേക്കുവാണ്. ഇനിയിപ്പം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റെയർ വെക്കണം. ഈ സൈഡിൽ നിന്നാണ് സ്റ്റെയർ മേളിലോട്ട് പോകുന്നത്. ഓപ്പോസിറ്റ് അങ്ങോട്ടേക്കാണ് ലാൻഡ് ചെയ്യേണ്ടത്. ആ രീതിയിലാണ് നമ്മൾ സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് പൊട്ടിച്ചിട്ടേക്കണതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിപ്പോൾ ഒരു റൂമാണ്. നമ്മുടെ പണ്ടത്തെ കിച്ചണായിരുന്നു, അത് ഞങ്ങളിപ്പോൾ റൂം ആക്കിയേക്കുന്നതാണ് കേട്ടോ. എങ്ങനെയാണുള്ളത്. പിന്നെ എന്താ, അവിടെ നമ്മൾ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിട്ടിപ്പോൾ കുറച്ചായി, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എൻ്റെ വീഡിയോസിൽ. അതിൽ നമ്മുടെ ക്രോക്കറി ഐറ്റംസ്, പിന്നെ അവിടെ യൂസ് ചെയ്യാത്ത പുതിയ പ്ലേറ്റുകൾ കാര്യങ്ങൾ, അതുപോലെ സ്റ്റോറേജൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ അതേ ഇവിടെ മമ്മിയുടെ തയ്യൽ മെഷീൻ കിടപ്പുണ്ട്. അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ അലങ്കോലമായിട്ടിരിക്കുന്നത്. ഒന്നും നോക്കണ്ട. പിന്നെ അതേ ഇവിടെ ഒരു കബോർഡ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇങ്ങോട്ട് ഒന്നുമില്ല. ഇതിൻ്റെ ഇതേ കബോർഡായിരുന്നു ഇപ്പുറത്തുണ്ടായിരുന്നത്. അത് പൊട്ടിച്ചിട്ടാണ് നമ്മൾ അപ്പുറത്ത് ഇതുപോലെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ ഇപ്പുറത്തുണ്ട്. ഇതിൽ നമ്മുടെ ബെഡ്ഷീറ്റും കംഫർട്ടറും പില്ലോയൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ അതേ ഇവിടെ ഒരു അലമാരയുണ്ട്. ഇതിൽ നമ്മുടെ അല്ലാതെയുള്ള കുറേ കാര്യങ്ങളും പിന്നെ റേഡിയോയും സാധനവും സ്പീക്കറൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സ്പേസ് ഉള്ളത്. പിന്നെ നമ്മുടെ കിച്ചണിലോട്ട് വരുമ്പം കാണിച്ചില്ല. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കിച്ചണിലേക്ക് കൊണ്ടുവരണത്, ഇത് നമ്മുടെ സ്റ്റെപ്പ് കയറുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കിച്ചണിലേക്ക് പാസേജ് ഉണ്ട്. അപ്പം കിച്ചണിലേക്ക് വരുമ്പം ഇങ്ങനെയാണ്, കണ്ടില്ല, ഇങ്ങനെയാണ് നമ്മുടെ കിച്ചണുള്ളത്. പിന്നെ നമ്മുടെ കാര്യങ്ങൾ സംഭവങ്ങൾ പ്ലേറ്റൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ലൈറ്റ് കുറവാന്ന് തോന്നുന്നല്ലേ. പിന്നെ ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് ഗൈസ്. അതുപോലെ ബാക്കിലേക്ക് ഇറങ്ങാൻ അവിടെ ഒരു ഡോറുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് വന്നിട്ട്. പിന്നെ നമുക്ക് ബെഡ്റൂമിലോട്ട് പോവാം. ബെഡ്റൂമിലേക്ക് വരുമ്പം ഇതാണ് നിങ്ങൾ കാണാറുള്ള എൻ്റെ റൂം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം കാണുന്ന റൂം. ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റൂമുള്ളത്. അവിടെ ആയിട്ടുണ്ട് സ്റ്റഡി സ്പേസ്, വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കിടക്കുന്ന സ്പേസാണ്. പിന്നെ അവിടെ എൻ്റെ കബോർഡ് ഇരിപ്പുണ്ട്, നമ്മുടെ ബെഡ് സ്പേസ്. പിന്നെ ഇവിടെ കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഡിസൈൻ നമ്മൾ ഈ അടുത്ത് ചെയ്തതാണ്. റൂമായിട്ട് മച്ചുന്ന രീതിക്ക് തന്നെ ഞാൻ തന്നെ ഡിസൈൻ ചേർത്തൊരു സംഭവമാണ്. അതൊക്കെ പിന്നെ നമുക്ക് കണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ. എൻ്റെ ഡ്രസ്സിങ് യൂണിറ്റാണ്. നമ്മുടെ ഡ്രസ്സുകൾ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്പേസാണ്. പിന്നെ അതേ ഇവിടെ ഒരു ചെറിയ റാക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈഡ് ടേബിൾ പോലെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി വെച്ചേക്കണേ. പിന്നെ ഇപ്പുറത്ത് നമ്മൾ കിടക്കുന്ന റൂമുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് അലങ്കോലമായിരിക്കും. ഇങ്ങനെയാണുള്ളത്. ബെഡിൽ നമ്മുടെ ബാഗും ഡ്രസ്സൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അവിടെ ഒരു AC ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫാന്. ഇവിടെ നമ്മുടെ കബോർഡ് 2 എണ്ണം. ഇവിടെയും കബോർഡാണുള്ളത്. ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഈ റൂമിൽ മാത്രമാണ് നമ്മൾ കർട്ടൻ യൂസ് ചെയ്തേക്കുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പം ബ്ലൈൻഡ്സാണ് ഇട്ടേക്കണത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഫുൾ സ്ട്രക്ചർ വന്നിട്ട്. അപ്പം ഇതായിരുന്നു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിലൊക്കെ ആരെങ്കിലും വന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടത് വെയിറ്റ് ചെയ്യാം. ബൈ.